بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد، നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വെള്ളിയാഴ്ചകളിൽ മഗ്‌രിബിന് ശേഷം വായിക്കാം എന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും ഇശാഇന് ശേഷം ചെറിയ ചെറിയ ഭാഗങ്ങളായി നമുക്കത് വായിച്ചു തീർക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ വായിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്ന് കരുതിയിട്ടാണ് ഇന്നു മുതൽ ഇശാഇന് ശേഷമായിരിക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുക. കുറച്ച് ചെറിയ അളവിലായിരിക്കും ഉണ്ടാവുക ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ 8:31 ഇൻഷാ അല്ലാഹ് 8:45 ആകുമ്പോഴേക്കും നമുക്ക് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. فجميع قبائل العرب ينتسبون إلى من ذكرت من أبناء عدنان. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ നസബ് വാപ്പാട 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 അങ്ങനെ പോയാൽ അദ്നാൻ എന്നവരിലേക്ക് എത്തും. അദ്നാൻ എന്നത് ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ മകൻ ഇസ്മായിൽ അലൈഹി സ്വലാമിൻ്റെ സന്തതികളിൽ പെട്ടവരാണ്. അറബികളുടെ ഗോത്രങ്ങൾ മുഴുവൻ അവർ അദ്നാൻ എന്നിവരുടെ മക്കളിലേക്ക് ചേർക്കപ്പെടുന്നവരാണ്. وقريش على قول أكثر العلماء والمحققين هم الذين ينتسبون إلى النضر بن كنانة. നദ്ർ ബിൻ കിനാനയിലേക്ക് ചേർക്കപ്പെട്ടവരെയാണ് ഖുറൈശികൾ എന്ന് പറയുന്നത്. ഖുറൈശികൾ എന്ന് പറയുന്നത് നദ്ർ ബിൻ കിനാനയിലേക്ക് ചേർക്കപ്പെടുന്നവരാണ്. واستدلوا على ذلك بحديث الأشعث بن قيس رضي الله عنه قال قدمت على رسول الله صلى الله عليه وسلم في وفد كندة فقلت ألستم منا يا رسول الله؟ قال لا نحن بنو النضر بن كنانة لا نخفو أمنا ولا ننتفي أبانا. ഇത് ഈ ഒരു അഭിപ്രായം, അതായത് നദ്ർ ബിൻ കിനാനയിലേക്ക് ചേർത്തവരാണ് ഖുറൈശികൾ. ഖുറൈശികൾ എന്ന് പറയപ്പെടുന്ന ആരെയാണ്? നദ്ർ ബിൻ കിനാന എന്ന വെല്ലിപ്പയുടെ താഴെ വരുന്ന അവരിൽ നിന്ന് വരുന്നവരാണ് ആര്? ഖുറൈശികൾ. അശ്അസ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങളൊരിക്കൽ കിൻഡയിലെ ഒരു യാത്രാ സംഘം വന്നപ്പോൾ ഞങ്ങൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങളിൽപ്പെട്ടവരല്ലേ നിങ്ങൾ? നമ്മളൊക്കെ ഒരേ കുടുംബമല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, അല്ല, നഹ്നു ബനു നദ്ർ ബിൻ കിനാന, ഞങ്ങൾ നദ്ർ ബിൻ കിനാനയുടെ സന്തതി പരമ്പരയിലുള്ളവരാണ്. ത്വയ്യിബ്, ഞങ്ങൾ ഒരിക്കലും മാതാവിലേക്ക് ചേർത്തി പറയുകയില്ല. അതായത് ഈ കുടുംബം എന്ന് പറയുന്നത് എന്താണ്? മാതാവുമായി ബന്ധപ്പെട്ട ഒരു കുടുംബമാണ്. അപ്പം ഞങ്ങളുടെ നസബ് ഒരിക്കലും മാതാവിലേക്ക് ചേർത്തിയിട്ടല്ല പറയുക, മറിച്ച് എവിടെയാണ്? പിതാവിലേക്ക് ചേർത്തിയിട്ടാണ് നമ്മൾ നസബ് പറയുക. അതായത് പിതാവിൻ്റെ പിതാവിൻ്റെ പിതാവ്, അങ്ങനെയാണ് നമ്മൾ നസബ് പറയുക. وأما قبائل اليمن كحمير وحضرموت وسبأ وغير ذلك فأولئك من قحطان ليسوا من عدنان. യമനിലെ ചില കബീലകൾ, ഹിമ്യർ, ഹദ്റമൗത്ത്, സബ എന്ന് പറയുന്ന ചില ഗോത്രങ്ങളുണ്ട്. അവർ എന്തല്ല, അദ്നാനിൽ നിന്നുള്ളതല്ല, മറിച്ച് ഖഹ്താൻ എന്ന് പറയുന്ന അദ്നാനിൻ്റെ പുറത്തുള്ള ഖഹ്താനിൽ നിന്നുള്ള, അത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ചർച്ച അല്ലെങ്കിൽ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെക്കുറിച്ച് മൊത്തത്തിൽ പറയുകയാണ്. وهذا النسب الذي سقناه إلى عدنان لا مرية به ولا نزاع وهو ثابت بالتواتر والإجماع. അദ്നാൻ വരെ നമ്മൾ പറഞ്ഞ ഈ നസബ് എത്രയോ പിതാക്കൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവ്, ഇദ്ദേഹത്തിൻ്റെ പിതാവ്, അങ്ങനെ പോയിട്ട് അദ്നാൻ വരെ ഒരുപാട് പിതാക്കളുടെ പേര് പറഞ്ഞു. അത് ഒരു സംശയവുമില്ലാത്ത, ഒരു സംശയം ആവശ്യത്തിലില്ല. ശരിയാണോ തെറ്റാണോ എന്ന് സംശയിക്കേണ്ട ഒരാവശ്യമില്ല, ശരി തന്നെയാണ്. ഇജ്മാ കൊണ്ടും തവാത്തുർ കൊണ്ടും ഒരു സംശയമില്ലാത്ത നിലക്ക് സ്ഥിരപ്പെട്ടതാണ്. വഇന്നമ ശഅനു ഫീമാ ബഅദ ദാലിക, അതിന് ശേഷം ഇബ്രാഹിം അലൈഹിസ്സലാം വരെയുള്ള പിതാക്കൾ,
അദ്നാനിൻ്റെ പിതാവ് ഇന്നയാൾ, അദ്ദേഹത്തിൻ്റെ പിതാവ് ഇന്നയാൾ, അദ്ദേഹത്തിൻ്റെ പിന്നെ ഇന്നയാൾ, അങ്ങനെ അവസാനം ഇസ്മായിൽ അലൈഹി സ്വലാം, അദ്ദേഹത്തിൻ്റെ പിതാവ് ഇബ്രാഹിം അലൈഹി സ്വലാം എന്ന് വരെ എത്തുന്ന ആ നസബ് അതിലെന്തുണ്ട്? ചർച്ചയുണ്ട്, ഖിലാഫുണ്ട്, ശരിയാണോ തെറ്റാണോ. എന്നാൽ അദ്നാൻ വരെ ഒരു സംശയവുമില്ല. പക്ഷേ ഉലമാക്കൾക്കിടയിൽ, ചരിത്രകാരന്മാർക്കിടയിൽ ഒരു സംശയവുമില്ല, അദ്നാൻ എന്നിവർ ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ മക്കളിൽപ്പെട്ടവരാണ് എന്നതിൽ ഒരു സംശയവുമില്ല. അതിൻ്റെ മുകളിലുള്ളവർ ആരൊക്കെയാണ്, ഇടയിലുള്ളവർ ആരൊക്കെയാണെന്നുള്ള സംശയം ഉണ്ടെങ്കിലും അദ്നാൻ ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ മോനാണെന്നുള്ള ഒരു സംശയം, അതായത് സന്തതി പരമ്പരയിൽപ്പെട്ടതാണ്, ഒരു സംശയമില്ല. അതുപോലെ തന്നെ ഇസ്മായിൽ അലൈഹി സ്വലാമിൻ്റെ, ഇസ്ഹാഖ് അല്ല, മറിച്ച് ഇസ്ഹാഖ് അലൈഹി സ്വലാമിൻ്റെ അല്ല, ഇസ്മായിൽ അലൈഹി സ്വലാമിൻ്റെ. അദ്ദേഹമാണ് അർക്കാൻ വേണ്ടി ഇബ്രാഹിം അലൈഹി സ്വലാം കൊണ്ടുപോയത്. ആരെ? ഇസ്മായിൽ അലൈഹി സ്വലാമിനെ. അഭിപ്രായ വ്യത്യാസമുണ്ട്, പക്ഷെ ശരിയായ അഭിപ്രായ പ്രകാരം ഇസ്മായിൽ അലൈഹി സ്വലാമാണ്. അദ്ദേഹത്തിൻ്റെ സന്തതി പരമ്പരയിലാണ് ആര് വന്നിട്ടുള്ളത്? മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. وقد كره بعض السلف والأئمة الانتساب إلى ما بعد عدنان. അദ്നാനിന് ശേഷം പിന്നെയും നസബ് പറയുന്നത് ചില ഇമാമിങ്ങൾ വെറുത്തിട്ടുണ്ട്. കാരണം സംശയമുള്ള കാര്യമല്ലേ, അതുകൊണ്ട്. فجميع قبائل العرب مجتمعون معه في عدنان. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കുടുംബത്തിൽപ്പെട്ടവരാണ് എല്ലാ അറബി ഗോത്രങ്ങളും. കാരണം അദ്നാൻ്റെ മക്കളാണ് ഈ കുടുംബങ്ങളെല്ലാവരും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കുടുംബമാണ് ആര്? അറബി ഗോത്രങ്ങൾ. അതിനാലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയാണ്, നബിയെ പറയ്, ലാ അസ്അലുക്കും അലൈഹി അജ്റാ, ഞാൻ ചെയ്യുന്നതിൽ ഒരു കൂലി ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ, നമ്മളുടെ കുടുംബബന്ധത്തിൻ്റെ പേരിലുള്ള സ്നേഹമല്ലാതെ ഞാൻ വേറൊന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് നബിയെ താങ്കൾ പറയൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇതിനാലാണ്. قال ابن عباس رضي الله عنه, ابن عباس رضي الله عنه പറഞ്ഞു, لم يكن بطن من قريش إلا ولرسول الله صلى الله عليه وسلم بهم قرابة. ഖുറൈശികളിൽപ്പെട്ട ഒരു വിഭാഗവും ഉണ്ടായിരുന്നില്ല അവർക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമുമായിട്ട് ബന്ധമില്ലാത്ത. എല്ലാവരായിട്ട് റസൂലുള്ളാഹിക്ക് കുടുംബ ബന്ധം ഉണ്ടായിരുന്നു. വഹുവ സഫ്വത്തുല്ലാഹി മിൻഹും, അവരിൽ നിന്നും അള്ളാഹുവിൻ്റെ തെരഞ്ഞെടുത്ത ആളാണ് ആര്? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൈറുഹും ഖബീലതൻ, ഖബീല വെച്ച് നോക്കിയാൽ ഏറ്റവും നല്ലവനാണ് ആര്? കുടുംബ ഗോത്രം വെച്ച് നോക്കിയാൽ ഏറ്റവും നല്ലവനാണ് ആര്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅശ്റഫുഹും അറൂമതൻ, പാരമ്പര്യം വെച്ച് നോക്കിയാൽ ഏറ്റവും ശ്രേഷ്ഠമായ പാരമ്പര്യമുള്ളവരാണ് ആര്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പരമ്പരകൾ മുഴുവൻ എന്താണ്? അന്നത്തെ കാലത്തെ ഉന്നതന്മാരാണ്. عن واثلة ابن الأسقع رضي الله عنه قال قال رسول الله صلى الله عليه وسلم. واثلة ابن الأسقع رضي الله عنه പറയുകയാണ്, സ്വഹാബി പറയുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ അസ്തഫ കിനാനത മിൻ വലദി ഇസ്മാഈൽ. കിനാനയെ ഇസ്മായിൽ സന്തതികളിൽ നിന്നും അള്ളാഹു തെരഞ്ഞെടുത്തു. അതായത് കിനാന എന്ന പരമ്പര എന്തല്ല നിസാര പരമ്പര, അള്ളാഹു തെരഞ്ഞെടുത്തതാണ് പറയുന്നത്. ثم اختار من كنانة قريشا, പിന്നെ കിനാനയിൽ നിന്നും ഖുറൈശിനെ അള്ളാഹു തെരഞ്ഞെടുത്തു. അല്ലേ? അന്നത്തെ കാലത്ത് ബാക്കി പല ഗോത്രങ്ങളുണ്ട്, പക്ഷെ ചർച്ചയിൽ മുഴുവൻ ആരാണ്? ഖുറൈശികളാണ്. ഖുറൈശി ഗോത്രം, ഖുറൈശി തലവന്മാർ, ഖുറൈശി, കാരണം അവരാണ് അന്നത്തെ നേതാക്കന്മാർ. ثم اختار من قريش بني هاشم, പിന്നെ ഖുറൈശികളിൽ നിന്ന് ബനു ഹാഷിമിനെ അള്ളാഹു തെരഞ്ഞെടുത്തു. ഹാഷിം സന്തതികൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വല്ലിപ്പാന്റെ വാപ്പ. ثم اختارني من بني هاشم, പിന്നെ എന്നെ ബനു ഹാഷിമിൽ നിന്ന് അള്ളാഹു തെരഞ്ഞെടുത്തു. സല്ലല്ലാഹു അലൈഹി വസല്ലം. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുഇത്തു മിൻ ഖൈരി ഖുറൂനി ബനി ആദമ ഖർനൻ ഫഖർനൻ. ഞാൻ ബനു ആദം സന്തതികളുടെ നൂറ്റാണ്ടുകളിൽ ഏറ്റവും നല്ലതിൽ, ഓരോ നൂറ്റാണ്ടിലും ഞാൻ എങ്ങനെയാണ് വന്നിട്ടുള്ളത്? എൻ്റെ റൂട്ട് എങ്ങനെയാണ്? ഏറ്റവും നല്ല റൂട്ടിലാണ്.
അവിടുത്തെ കുടുംബ പരമ്പരകളിൽ ഏറ്റവും നല്ല കുടുംബ പരമ്പരയിലാണോ എന്നുള്ളത് ആദം നബി മുതൽ ഇങ്ങോട്ട് വന്നുള്ള ഏറ്റവും നല്ല കുടുംബ പരമ്പരയിലാണ്. ഹത്താ ബുഇസ്തു മിനൽ ഖർനിൽ ലദീ കുൻതു ഫീഹി, ഞാനിപ്പോഴുള്ള ഈ കർണിൽ ഞാൻ അവതരിക്കും, അതായത് എന്താണ്, അയക്കപ്പെടുന്നത് വരെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടെ നിർത്താം. തമാം. ഇൻഷാ അല്ലാഹ് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച ബാക്കി ഭാഗം നമുക്ക് വായിക്കാം. ഇലാഹുനാ വല്ലാഹു തആല അലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.